ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ തിരിച്ചടി. ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ അപേക്ഷ സ്വീകരിക്കാൻ സുപ്രീം കോടതി രജിസ്ട്രി വിസമ്മതിച്ചു. വിചാരണ കോടതി ജാമ്യം അനുവദിച്ചില്ലെങ്കിൽ കെജ്രിവാളിന് ജൂൺ 2-ന് തിഹാർ ജയിലിലേക്ക് മടങ്ങേണ്ടി വരും. ബി ബാലുഗോപാൽ വിവരങ്ങൾ നൽകും. ബാലു, എന്തുകൊണ്ടാണ് ഈ അപേക്ഷ സ്വീകരിക്കാൻ സുപ്രീം കോടതി രജിസ്ട്രി വിസമ്മതിക്കുന്നത്? എന്തായിരിക്കും ഇനിയുള്ള തുടർ നടപടികൾ, നിയമ നടപടികൾ ഉൾപ്പെടെ കെജ്രിവാളിന് മുൻപിലുള്ളത്? പക്ഷേ നേരത്തെ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനോട് സ്ഥിരം ജാമ്യത്തിനായി ഈ വിചാരണ കോടതിയെ സമീപിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ആ വിചാരണ കോടതിയെ സമീപിക്കാതെ അരവിന്ദ് കെജ്രിവാൾ പിന്നീട് ഈ ഇടക്കാല ജാമ്യം നീട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത്. 7 ദിവസം കൂടി ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ആരോഗ്യപരമായ കാരണങ്ങളാൽ ഈ പരിശോധനകളും മറ്റും നടത്തുന്നതിനാണ് ഈ കാലാവധി നീട്ടി നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ സ്ഥിരം ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കാൻ സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഈ പുതിയ അപേക്ഷ പരിഗണിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി രജിസ്ട്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ജൂൺ 2 വരെയാണ് ഈ കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അതായത് അതിനു മുമ്പ് ഈ വിചാരണ കോടതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം തിരികെ തിഹാർ ജയിലിലേക്ക് മടങ്ങേണ്ടി വരും എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ഈ അറസ്റ്റ് ചോദ്യം ചെയ്ത് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതിയിൽ വാദം കേൾക്കൽ പൂർത്തിയായിട്ടുണ്ട്. പക്ഷെ അത് വിധി ഇതുവരെ ഉണ്ടായിട്ടില്ല. വിധി പറയാനായി ആ കേസ് മാറ്റിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. ശരി, ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകിയത്.